ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അലീനയുടെയും മനുവിൻ്റെയും നാളത്തെ സൂപ്പർ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിനുമുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ എല്ലാ ദിവസവും എത്തുന്നതായിരിക്കും. അപ്പോൾ 7:30 തന്നെ നമ്മൾ പ്രമോ വിശേഷം എല്ലാ ദിവസവും ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വലിയൊരു സപ്പോർട്ട് സബ്സ്ക്രൈബായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നാളത്തെ വിശേഷത്തിലേക്ക് വരുമ്പോൾ അലീന വലിയ വെപ്രാളത്തിൽ നിൽക്കുന്ന ചില സാഹചര്യങ്ങളൊക്കെ നമുക്ക് എപ്പിസോഡിൽ കാണാം. എന്തായാലും ഇന്നത്തെ നമ്മുടെ ബാലചന്ദ്രൻ്റെ മാസ് പ്രകടനം തന്നെയായിരുന്നു. നമ്മുടെ വൈജയന്തിയെ നിനക്ക് വേണ്ടെങ്കിൽ ഇവിടെ ഞാൻ പറയുന്നത് കേട്ട് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ നിനക്ക് പോകാം, നിന്റെ വഴി നോക്കി പോകാം, നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം എന്ന് പറയുകയും മാത്രമല്ല, നിന്റെ അമ്മേനെ കൊണ്ടുപോകണമെങ്കിൽ നിനക്ക് കൊണ്ടുപോകാം, കൊല്ലപ്പള്ളിക്ക് പോകണമെങ്കിൽ കൊണ്ടുപോകോ എന്ന് പറയുന്ന ഒരു അന്ത്യശ്വാസനം കൊടുക്കുന്ന ചില രംഗങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ബാലചന്ദ്രൻ അടിയുറച്ച തീരുമാനത്തിലാണ് എന്ന് മനസ്സിലാക്കിയ ഈ സമയത്ത് അവസാന ഫൈറ്റായിട്ട് നമ്മുടെ കുക്കുംബർ കൊണ്ട് കൊടുക്കാൻ നോക്കുന്നുണ്ടല്ലോ, അതും ഭീഷണിപ്പെടുത്തുകയാണ്. നീ കുക്കുംബറുമായിട്ട് വന്നാൽ നിന്റെ ചെവിക്കല്ലടിച്ച് ഞാൻ ഷേപ്പ് മാറ്റും, അല്ലെങ്കിൽ ഇത് ബാലചന്ദ്രൻ്റെ പേര് മാറ്റും എന്നൊക്കെ പറയുന്നൊരു ഭീഷണിയുണ്ടല്ലോ. അത് കേട്ടത് വൈജയന്തിക്ക് മനസ്സിലായി, കളി കൈവിട്ടു പോയി എന്ന് മനസ്സിലാക്കുകയും അങ്ങനെ വളരെ ടെൻഷനോട് കൂടി നിൽക്കുന്ന ചില സാഹചര്യങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇവിടെ നിൽക്കണോ, ഒരു ബാലചന്ദ്രൻ പറയുന്നത് കേട്ട് ഇവിടെ അനുസരിച്ച് നിൽക്കണോ, അതോ പോകണോ, പോയി കഴിഞ്ഞാൽ എവിടെ പോകുന്നതിനെക്കുറിച്ചൊക്കെ വലിയ വ്യാകുലതയോട് കൂടി മുറിയിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒടുവിൽ സ്റ്റെപ്പിൽ ഇരുന്ന് ചിന്തിക്കുന്ന ഭാഗങ്ങളൊക്കെ പ്രമോശേഷത്തോടെ നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും വൈജയന്തി വീട് വിട്ട് ഇറങ്ങിപ്പോകാൻ ചില തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. ബാലചന്ദ്രൻ അടിയുറച്ച തീരുമാനത്തിലാണെങ്കിൽ വൈജയന്തി അതിൻ്റെ അപ്പുറത്ത് തീരുമാനമെടുക്കുവാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ചില നിമിഷങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാണാം. ഇതിനിടയ്ക്ക് നമ്മുടെ അലീനയ്ക്ക് ആകെ വെപ്രാളമായി. കാരണം ഈ പ്രശ്നം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ബാലചന്ദ്രൻ എന്ത് പറ്റി, സാറിന് എന്ത് പറ്റിയെന്നറിയത്തില്ലാത്ത അവസ്ഥയിലേക്കൊക്കെ പോയത് അലീനയ്ക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം ഇത്രയും ദിവസം അലീന കണ്ടിരിക്കുന്നത് വൈജയന്തി പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് സ്നേഹത്തോടു കൂടി ഇടപെടുന്ന ബാലചന്ദ്രനെ മാത്രമേ കണ്ടുള്ളൂ. എന്നാൽ ചില ദിവസങ്ങളായിട്ട് ബാലചന്ദ്രന് സാറിന് പറ്റുന്ന ഈ സംഭവങ്ങൾ എന്താണ് എന്ന് മനസ്സിലാകാൻ നിൽക്കുന്ന അലീനയെ കാണാം. അലീന തൻ്റെ മുത്തശ്ശിയുടെ അടുക്കൽ ചെല്ലുകയും മുത്തശ്ശിയോട് ഈ വേവലാതികളൊക്കെ പറയുക. അങ്ങനെ പറയുമ്പോൾ തന്നെ അലീനയ്ക്ക് വെപ്രാളമുണ്ടെന്ന് മുത്തശ്ശിക്ക് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശി അലീനയോട് ശാന്തമാകാൻ പറയുന്നു. അപ്പോൾ ഇതിനിടയിൽ അലീന മുത്തശ്ശിയോട് വൈജയന്തിന് ചില പഴയകാല ചരിത്രങ്ങൾ അറിയാൻ വേണ്ടി കിള്ളിക്കിഴിച്ച് ആഗ്രയിലെ കഥകളും ഒക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് അതിൽ നിന്നൊക്കെ മുത്തശ്ശി ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമ്പോൾ മുത്തശ്ശിയോടായിട്ട് പറയുകയാണ്, മുത്തശ്ശിക്ക് പല കാര്യങ്ങളും അറിയാം, മേഡത്തെക്കുറിച്ച് പല കാര്യങ്ങളും അറിയാമെന്ന് എനിക്കറിയാം, എനിക്കും അതിനെക്കുറിച്ചുള്ള ചില അടിയൊഴുക്കുകളൊക്കെ എനിക്കും അറിയാമെന്ന് പറയുക. അപ്പോൾ പെട്ടെന്ന് മുത്തശ്ശി എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നിങ്ങനെ ചിന്തിക്കുക. മുത്തശ്ശിക്ക് ചെറിയ തോതിൽ അലീനയെക്കുറിച്ച് ഒരു ഡൗട്ടുകളൊക്കെ തോന്നുന്നുണ്ട്. കാരണം വൈജയന്തിയുടെ പൂർവ്വകാല ചരിത്രത്തെക്കുറിച്ചൊക്കെ 1-2 തവണ അലീന ആവർത്തിച്ച് പറയുകയും ചോദിക്കുകയൊക്കെ ചെയ്തപ്പോൾ അലീനയെക്കുറിച്ച് ചില സംശയങ്ങളുണ്ട്. മോളാണെന്നുള്ള സംശയമൊന്നുമില്ല, പക്ഷെങ്കിൽ തൻ്റെ മോളായ വൈജയന്തിയെക്കുറിച്ച് എന്തോ അറിയാവുന്ന, അല്ലെങ്കിൽ തൻ്റെ രഹസ്യങ്ങൾ അറിയാവുന്ന ഒരു പെൺകുട്ടിയാണ് എന്ന് മുത്തശ്ശി മനസ്സിലാക്കിയിരിക്കുകയാണ് നാളത്തെ എപ്പിസോഡിൽ. അങ്ങനെ മുത്തശ്ശിക്ക് അലീനയെക്കുറിച്ച് വലിയ സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ രേവതിക്കുട്ടിയെ ഒരുപാട് നാൾക്ക് ശേഷം കാണുകയാണ്. മാമച്ചനും ഗ്രേസിയമ്മയും അതുപോലെ രേവതിക്കുട്ടിയും അവരുടെ കുടുംബകാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. അവരുടെ കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, മാമച്ചൻ്റെയും ഗ്രേസിമാമയുടെയും മോൻ മരിച്ചതിനെക്കുറിച്ചും അവർക്ക് തൻ്റെ മോന് ഒരു കാമുകി ഉണ്ടായിരുന്നു, വിവാഹം കഴിക്കാനിരുന്ന പെൺകുട്ടിയായിരുന്നെന്നും ആ പെൺകുട്ടി ഈ വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായതും കുഞ്ഞിനെ പ്രസവിച്ചെന്നും അതിവിടെയെങ്ങും അല്ല പ്രസവിച്ചതും മറ്റൊരു സ്ഥലത്ത് ആരും അറിയാത്തൊരു സ്ഥലത്ത് പോയി പ്രസവിച്ചു എന്നൊക്കെ അതിനെക്കുറിച്ചൊക്കെ രേവതിക്കുട്ടി പറയുന്ന ഒരു വിഷയങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാണാം. എന്തായാലും പ്രമോ വിശേഷത്തിൽ ഇത്രയൊക്കെയാണ് കാണിക്കുന്നത്. വീണ്ടും നാളത്തെ വിശേഷവുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.